ഗൗതം, അങ്ങനെ ആ സർപ്രൈസ് BJP ഇന്നലെ പൊട്ടിച്ചു. പക്ഷേ സർപ്രൈസൊക്കെ പൊട്ടിച്ചപ്പോൾ ഒന്ന് വിരണ്ടത് കോൺഗ്രസ് അല്ല, അരവിന്ദ് കെജ്രിവാളാണ്. സത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് BJP നൽകിയ ഒന്നൊന്നര പണി തന്നെയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 15 വർഷങ്ങൾക്ക് ശേഷം ഒരു പെൺപുലി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നു വരുമ്പോൾ എങ്ങനെ കാണണം അതിനെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അവർ ഈ ഒരു വിജയം നേടിയിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 14 മുഖ്യമന്ത്രിമാരിൽ BJPയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയായിട്ട് രേഖാ ഗുപ്ത വരുമ്പോൾ അതൊരു മിന്നുന്ന വിജയത്തിലൂടെയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം 2015-ലും 2020-ലും ബന്ദനാകുമാരി, AAPയുടെ ബന്ദനാകുമാരിയുടെ മുമ്പിൽ തോറ്റ ഒരാളാണ് ഈ രേഖാ ഗുപ്ത എന്ന് പറയുന്നത്. 2025-ലെ 29,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവർ MLA ആയിട്ട് ഷാലിമാർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത്. അതിന് പിന്നാലെ നിരവധി ആളുകളുടെ പേരുകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉണ്ടായതായിട്ട് നമുക്കറിയാം. അതിൽ പർവേഷ് വർമ്മയായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നവർ. പിന്നീട് വിജയേന്ദ്ര ഗുപ്ത, ജിതേന്ദ്ര മഹാജനെ പോലുള്ള നിരവധി ആളുകളുടെ പേരുകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം അത് രേഖാ ഗുപ്തയിലേക്ക് എത്തിയത് RSSൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇവർ നേരത്തെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ABVPയിൽ ഒക്കെ പ്രവർത്തിച്ച പരിചയമുണ്ട്. പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് അങ്ങനെ ഒരു പ്രവർത്തന പരിചയമുണ്ട്. പിന്നീട് ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് 2000 കാലഘട്ടം മുതലാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് രംഗത്ത് വരുന്നത്. ഡൽഹിയിലെ മേയറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ഉന്നത ചുമതലകളും BJPയുടെ ഉന്നത ചുമതലകളും വഹിച്ചിട്ടുള്ള ഒരു വളരെ വലിയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ് രേഖാ ഗുപ്ത എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ബനിയ സമുദായത്തിൽ നിന്നാണ് ഇവർ വരുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് നമുക്ക് പറയേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളും ബനിയ സമുദായത്തിൽ നിന്നാണ്. ബനിയ സമുദായക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ബാങ്കിങ് രംഗത്തും അതോടൊപ്പം തന്നെ വലിയ വ്യവസായികളും പണമിടപാടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിതം നയിക്കുന്ന അങ്ങനെ ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. അവർ അഴിമതി ചെയ്യില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെ അതിൽ നിന്ന് മാറ്റി നിർത്താം. അപ്പം ആ ബനിയ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP കൊണ്ടുവരുമ്പം അത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന് നൽകുന്ന ഒരു സന്ദേശമാണ്. കണ്ടോളൂ, എങ്ങനെയാണ് ബനിയ സമുദായക്കാരെ നാറ്റിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. അതില്ലാതെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ എങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ വികസിത നഗരമായിട്ട് കാഴ്ചവെക്കാം എന്നൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ്, എന്നൊരു വലിയ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് രേഖാ ഗുപ്തയെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് RSSൻ്റെ ഇടപെടലോടുകൂടി BJP മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് രാംലല മൈതാനിയിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ ഈ 2015 ഏതാണ്ട് 11,000 വോട്ടുകളായിരുന്നു ഈ ബന്ദനാകുമാരി ഭൂരിപക്ഷം നേടിയത്. പിന്നീട് അത് 2020 വരുമ്പോൾ 3,500 കുറക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചു. പിന്നീട് 2025 29,500 വോട്ടുകൾക്ക് വിജയിച്ച് കയറി. അതെ, ഗൗതം പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് ഞാൻ തുടങ്ങാം. 2025 ആയപ്പോൾ 29,595 വോട്ടോടു കൂടി രേഖാ ഗുപ്ത വരികയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട്. അതായത് ഷീലാ ദീക്ഷിതിന് ശേഷം, സുഷമ സ്വരാജിന് ശേഷം അതിഷി, കുറച്ച് നാളത്തേക്കാണെങ്കിലും അതിഷി മുഖ്യമന്ത്രിയായിരുന്ന സീറ്റിലേക്ക് ഒക്കെ രേഖാ ഗുപ്ത നടന്നു വരുമ്പോൾ അതിൽ മോദിയുടെയും അമിത്ഷായുടെയും JP നദ്ദയുടെയും കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. വ്യക്തികളെ, മന്ത്രിമാരെ, ജനപ്രതിനിധികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ BJP കാണിക്കുന്ന ഈ ഇടപെടലുകൾ അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന കൃത്യത, അത് തന്നെയാണ് ഡൽഹിയിലും നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല രേഖാ ഗുപ്തയെ പോലൊരാളെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഡൽഹി പോലുള്ള ഒരു ഈ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായ ഒരു സ്ത്രീയെ കൊണ്ടുവരും എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അവിടെയാണ് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട്, എതിരാളികളുടെ വരെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് രേഖാ ഗുപ്ത എന്ന് പറയുന്ന സജീവ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്ന ABVPയിലെ പോരാളിയായിരുന്ന ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. എന്തായാലും BJP ജനറൽ സെക്രട്ടറി, BJPയുടെ മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്,
ദില്ലി കോർപ്പറേഷൻ മേയർ തുടങ്ങിയ പദവികളിൽ കൗൺസിലർ സ്ഥാനങ്ങൾ തുടങ്ങിയ പദവികളിൽ ഇരുന്ന അനുഭവ പാടവമുള്ള ഒരു സ്ത്രീയാണ്. 41 വയസ്സുള്ള രേഖാ ഗുപ്തയെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അതിവയായി അതിൻ്റെ ചെങ്കോല് കിരീടവും ചെങ്കോലും മോദി കൈമാറുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കൂടി വെക്കുന്നുണ്ട്. കാരണം കെജ്രിവാൾ നമുക്കറിയാം ലാളിത്യവും വിനയവും കാണിച്ച് അണ്ണാ ഹസാര നടത്തിയ അഴിമതിക്കെതിരെയുള്ള സമരത്തിൽ ചെന്നിരുന്ന് അതിൽ വലിയ ആളായി പിന്നീട് അണ്ണാ ഹസാരയിലൂടെ വളർന്നു വന്ന് അവസാനം അണ്ണാ ഹസാരയ്ക്ക് തന്നെ മനസ്സിലായി നമ്മൾ തെളിച്ച വഴിയിലൂടെ അല്ല ഇയാളുടെ യാത്ര എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഒടുവിൽ തള്ളിപ്പറയേണ്ട ഗതിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വന്നു. അപ്പോൾ ആ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായപ്പോൾ സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുകയും ആ സൗജന്യം തൻ്റെ പോക്കറ്റിലാണ് ഇരിക്കേണ്ടത്, ഡൽഹിയിലെ സാധാരണ ജനങ്ങൾക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഏതൊക്കെ തരത്തിൽ അഴിമതിയിൽ അധപ്പതിക്കാൻ കഴിയുമോ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ അതപ്പതിച്ചു എന്നുള്ളതാണ്. പെരുങ്കള്ളനായി അഴിമതി നടത്തുന്നതിൻ്റെ പെരുങ്കള്ളനായി മാറുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. കോടികളുടെ വീടുകൾ, ടോയ്ലറ്റ് വരെ കോടികളാണ് എന്നുള്ളത്. വള്ളിച്ചെരിപ്പും സൈക്കിളും കൊണ്ട് റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രി അത് ജനങ്ങളുടെ മുന്നിലെ ഒരു പുകമറ മാത്രമായിരുന്നു. പക്ഷെ പിന്നിലേക്ക് നോക്കുമ്പോൾ കോടികളുടെ അഴിമതി നടത്തിയിരുന്ന ഒരു വലിയ രാജാവായി വിലസിയിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന് ഡൽഹിക്ക് മനസ്സിലാക്കാൻ ഏകദേശം 10 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. ആ 10 വർഷത്തിനിടയിൽ ഡൽഹി മനസ്സിലാക്കി അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയോജനവുമില്ല. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന വികസനങ്ങൾ, നേട്ടങ്ങൾ, ജനങ്ങൾക്കുണ്ടാകുന്ന വികസനങ്ങൾ, ആനുകൂല്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്കും കിട്ടണമെങ്കിൽ BJP തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJPയെ അവർ ജയിപ്പിച്ചത്. 27 വർഷത്തിന് ശേഷം BJP ഡൽഹിയിലെ ഡൽഹിക്കാരുടെ കരങ്ങൾ പിടിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ തന്ത്രങ്ങളുണ്ട്. ഇന്നലെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നത് ഏകദേശം 50,000 യോഗങ്ങളാണ് RSS ഡൽഹിയിലെ മുക്കിലും മൂലയിലും കൂടിയത് എന്നുള്ളതാണ്. RSSന്റെ താഴെത്തട്ടിലുള്ള കൃത്യമായ പ്രവർത്തനം അത് BJPക്ക് പകരുന്ന ശക്തി, ആ ശക്തിയിലൂടെ BJP തെളിക്കുന്ന വഴി. RSS പ്രവർത്തിച്ചതുകൊണ്ട് BJP ജയിച്ചു എന്നല്ല, BJPയും അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് കൃത്യമായ വിജയം പലപ്പോഴും നേടിയെടുക്കാൻ BJPക്ക് സാധിച്ചത്. ഇപ്പോൾ ഇന്നലെ TG സാർ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അവിടെ RSS ആണ്, എന്നാലും BJP ജയിച്ചു എന്ന് പറയാൻ നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. RSS ആണ് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് എന്നുള്ളത് ആയിരിക്കാം. RSSന്റെ കരങ്ങൾ കാണും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും BJP കൃത്യമായി RSS പറയുന്നത് പോലെ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ RSSന്റെ വഴി പിന്തുടർന്ന് പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം BJPക്ക് വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞു. എന്തായാലും ബനിയാൻ സമുദായത്തെ നാണം കെടുത്തിയ കെജ്രിവാളിന് കൃത്യമായ മറുപടി രേഖാ ഗുപ്തയിലൂടെ BJP നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും.